ഇന്നത്തെ റെസിപ്പി നീർദോശയും തക്കാളി ചട്നിയും. അപ്പോൾ നീർദോശയ്ക്ക് 1 കപ്പ് നല്ല പച്ചരി, 1 കപ്പിന് 1/3 ഭാഗം ചിരകിയ തേങ്ങ, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് നൈസായി അരച്ച് വീണ്ടും ഒരു 1.5-2 കപ്പ് വെള്ളം ചേർത്ത് ഇതുപോലെ ലൂസാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി. ഇനി തക്കാളി 4 കഷ്ണങ്ങളാക്കി ഒരു മിക്സിയിൽ നമുക്ക് തരിതരിപ്പായി അരച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. തക്കാളി ചട്നിക്കാണ്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഒന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അരച്ച തക്കാളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പുളി, നല്ല കട്ടിയുള്ള പേസ്റ്റാണ്, അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം. അപ്പോൾ അത് ഇത്രയും അതവിടെ കിടന്ന് നന്നായിട്ട് കുക്കാവട്ടെ. അപ്പോൾ ദോശത്തട്ട് അടുപ്പത്ത് വെച്ചു, എണ്ണ തടവി. അപ്പോൾ വലിയൊരു അടപ്പും എടുത്തിട്ട് അതിൻ്റെ അകവശവും എണ്ണ തടവി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 തവി മാവ് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളിങ്ങനെ പരത്തി ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ചിട്ട് പരത്തേണ്ട ആവശ്യമില്ല. എന്നിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ ഒരു 20 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഇത് വെന്തുണ്ടാവും. കരിയാൻ പാടില്ല. കുറച്ച് നെയ്യ് മുകളിൽ തടവിയിട്ട് നമുക്ക് ദോശ എടുക്കാം. ഇനി അടുത്ത ദോശ ഉണ്ടാക്കാം. എണ്ണ തടവി കൊടുത്തു, നന്നായിട്ട് ഇളക്കി. മാവ് ഓരോ തവണയും നന്നായിട്ട് ഇളക്കണം. നന്നായി പരത്തി ഒഴിച്ചു കൊടുക്കുക. അടച്ചു വയ്ക്കുക. ഒരു 20 സെക്കൻഡ് കഴിഞ്ഞ് നമുക്ക് തുറക്കാം. ചട്നി ഏതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശ റെഡിയായി. ആവശ്യത്തിന് തീയൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. നെയ്യ് പുരട്ടി കൊടുക്കുക. നമുക്ക് ദോശ എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള ദോശകൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല സ്വാദുള്ള ഒരു ദോശയാണ്. ഇതിന് ചട്നിയൊന്നുമില്ലാതെ വെറുതെ ദോശ മാത്രമായിട്ടോ അല്ലെങ്കിൽ പഞ്ചസാരയുടെ കൂടെയോ ശർക്കരയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റും.